ഹായ് ഫ്രണ്ട്സ്, ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ട് കുറേ പേര് പിടിച്ചു നിൽക്കുന്നവരുണ്ട്. അങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? വളരെ കുറച്ച് ദിവസങ്ങളെ അല്ലെങ്കിൽ മാസങ്ങളെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളെ ചീട്ട് കൊട്ടാരം പോലെ തകരും. നമ്മുടെ പ്രാഞ്ചിയേട്ടനിലൊരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതായത് പത്മശ്രീ നമുക്ക് കാശ് കൊടുത്തും വാങ്ങാം, നമുക്ക് ശരിക്കും ഓർഗാനിക്കായിട്ടും വാങ്ങാം അല്ലേ? പക്ഷേ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിന് എന്ത് കൂടും? അത് ജീവിതത്തിൻ്റെ ഒരു ബാധ്യതയായി മാറും. പക്ഷേ നമ്മൾ സാധാരണ ഓർഗാനിക്കലി പത്മശ്രീ വാങ്ങിക്കഴിഞ്ഞാൽ അത് ജീവിതാവസാനം വരെ നമുക്ക് എന്തായി മാറും? അത് നമുക്ക് എപ്പോഴും ഒരു സന്തോഷവും നൽകും, അതൊരു അഭിമാനവും നൽകും. ആ ഒരൊറ്റ കാര്യമാണ് എനിക്ക് അനുമോളുടെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളൂ. അനുമോൾക്ക് ഇപ്പോൾ ഒരു സമാധാനം എന്ന് പറയുന്ന സംഭവം അനുമോളുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. ഈ കപ്പ് കാണുമ്പോൾ തന്നെ 16 ലക്ഷം രൂപ അതിനപ്പുറമായി ണ്ട് എന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ ഒരു കണക്ക് ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തന്നിരുന്നു. ഒരു 2-3 മണിക്കൂർ മുന്നേ വീഡിയോ ഇട്ട് തന്നിരുന്നു. ഒരു യൂട്യൂബർ ഇട്ട കണക്കാണ് അയാൾക്ക് കിട്ടി. കണക്കനുസരിച്ചിട്ട് വിനു എന്തൊക്കെ ചിലവിട്ടു, കമൻസ് എഴുതുന്നതിന് വരെ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് എന്താണിത്? എന്ത് പി ആർ വർക്കാണെന്ന് എനിക്കറിയില്ല. ഇനി അനുമോൾ തന്നെ പറയുന്നു, വളരെ കുറച്ച് വോട്ടിന് മാത്രമാണ് അനീഷ് എന്നിൽ നിന്ന് താഴേക്ക്, ഞാനും അനീഷും തമ്മിൽ അത്ര വ്യത്യാസമില്ലാന്ന്. ഇവർക്ക് എങ്ങനെ കിട്ടി ഈ റൂള്? നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിട്ടിയത്. അത് ഇവരുടെ ശതമാനം പുറത്തല്ല. എന്താണ് 42.7% വെച്ചിട്ട് നിർത്തുകയാണ് ചെയ്തത്. അവിടെ മോഹൻലാൽ ചെയ്ത് ഭയങ്കര ഒരു തെറ്റ് തന്നെയാണ്. മോഹൻലാൽ എന്താ പറഞ്ഞത്? ഇനി എൻ്റെ അധികാരത്തിലേക്ക് വിടും, എൻ്റെ അധികാര പരിധിയിലേക്ക് എനിക്കും ഉണ്ടാവുക അധികാരം, ഞാൻ പറയാവുന്നതിന് വിജയി. 42.7 രണ്ടു പേർക്കും തുല്യമായി നിൽക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്. അതിനു മുന്നേ ഗ്രാഫുകൾ കാണിക്കുന്ന സമയത്ത് ഈ ഗ്രാഫ്, അനീഷിൻ്റെ ഗ്രാഫ് ഒന്ന് ഉയർന്നപ്പോൾ ജനങ്ങൾക്കുണ്ടായൊരു ആർമാദ നിങ്ങൾ കേട്ടിരുന്നോ? അവിടെ ഒരു ഓളിയായിരുന്നു അനീഷിൻ്റെ ഗ്രാഫ് ഉയർന്നത്. ഇപ്പം അനീഷാണ് ഫസ്റ്റ് എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് താഴ്ന്നു കഴിഞ്ഞപ്പോൾ ആ ഓളി നിന്നു. പിന്നെ അനുമോൾക്ക് കിട്ടി കഴിഞ്ഞപ്പോഴും ആ ഒരു ആരവം നിങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ അനീഷിൻ്റെ ഗ്രാഫ് ഉയർന്നപ്പോഴാണ് ഞാൻ വരെ സന്തോഷിച്ചു പോയി. കാരണം അനീഷ് നമുക്കൊന്നും തന്നിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കൊരു പേഴ്സണാലിറ്റി ഇല്ലടോ. എല്ലാവർക്കും ഓരോ കള്ളങ്ങൾ കണ്ടാൽ തിരിച്ചറിയാനും ഒക്കെ പേഴ്സണാലിറ്റി ഇല്ലേ? അങ്ങനെ കുറേ കള്ളങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടനും കൂടി അമർത്തണം. എൻ്റെ ഈ ചാനൽ പുതിയതാണ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ചാനൽ ഗതി പിടിക്കാത്ത ചാനലാണ്. ഒരിക്കലുമല്ല, ഗതി പിടിച്ച നല്ല ചാനൽ തന്നെയാണ്. എൻ്റെ പുതിയ ചാനലാണിത്. എന്നോട് കുറേ കമൻസിൽ പറയുന്നത് ഗതി പിടിക്കാത്ത ചാനൽ വെറുതെ അല്ല, അനുമോളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കൊണ്ടാണ് ഗതി പിടിക്കാത്ത ചാനലായതെന്ന്. എന്ത് സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കയറി പോകുന്നത്. എനിക്കത് വിചാരിച്ച് അനുമോളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് റീച്ച് കിട്ടേണ്ട. കാരണം ആ കുട്ടി അവിടെ ചെയ്ത് കൂട്ടിയത് നല്ല കാര്യങ്ങളേ അല്ല. പിന്നെ ഞാനിതിന് നല്ലത് പറയണം. ഞാൻ നല്ല സത്യത്തിന് മാത്രം നിരക്കുന്ന രീതിയിൽ എൻ്റെ ഈ ചാനൽ വളർത്തിക്കൊണ്ട് പോയിക്കോട്ടെ. എനിക്ക് ഈ അനീതിക്ക് അക്രമത്തിനെതിരെ എതിരെ നിന്നിട്ടാണ് ഞാൻ ഈ ചാനൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ കുറേ ഒരാളെ പഞ്ച് ഡയലോഗ് പറഞ്ഞ് അവരെ കൊണ്ട് ഉയർത്തി എൻ്റെ ചാനൽ വളർത്തേണ്ട ആവശ്യകത എനിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വോട്ടിംഗ് റിസൾട്ട് ഇവരെങ്ങനെ അറിയുന്നു. ഞാനും അനീഷും തമ്മിൽ കുറച്ച് വോട്ടിന് വ്യത്യാസമുള്ളൂ എന്ന്. ഇനി അനുമോളുടെ കുറേ ഫാൻസുകൾ പറയുന്നു 57.3% ഇത്ര അനുമോൾക്ക് കിട്ടിയത്. നുണയാണ്. 42.7% രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. ഇനി ഇവർക്ക് കുറച്ച് വോട്ടിൻ്റെ എണ്ണം കൂടുതലുണ്ട്. അത് അനീഷിനാണോ അനുമോൾക്കാണോ? ഇത് പേഴ്സൻറ്റേജ് കാണുമ്പോഴെങ്ങനെ? എന്തുകൊണ്ടാണ് ഏഷ്യനെറ്റ് പേഴ്സൻറ്റേജ് കണ്ടുവിടുന്നത്? നമ്മളൊക്കെ വോട്ട് ചെയ്തവരെ വിജയിപ്പിക്കുന്നത് എന്തിനാണ്? പേഴ്സൻറ്റേജ് കാണാനല്ല, എത്ര വോട്ടിന് ആരൊക്കെ ജയിക്കുന്നു ഇത് കാണാനാണ് അല്ലേ? എന്നിട്ട് അനുമോൾ പറയാം, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ തുല്യതയാണ് ജയിച്ചിരിക്കുന്നത്. 1-2 വോട്ടിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം. അനുമോളെ, ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല. ദൈവം ശരിക്കും അനുഗ്രഹിക്കല്ല അനുമോളെ ചെയ്തിരിക്കുന്നത്, ശരിക്കും താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഓരോ ഇതും അനുമോളുടെ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് മര്യാദയ്ക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഒന്ന് സമാധാനത്തിൽ പോയിട്ട് നാട മുറിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവിടെ ചെന്നാലും പി ആർ. അപ്പോൾ അനുമോൾ എന്താ പറയുന്നത്? നിങ്ങളാണ് എൻ്റെ പി ആർ. നിങ്ങളാണ്. എവിടെ? ഒരു 10 പേര് കൂടി നിൽക്കുന്നുണ്ട്, അവരുടെ അടുത്താണ് പറയുന്നത് നിങ്ങളാണ് എൻ്റെ പി ആർ എന്ന്. ആ പോപ്പീസിൽ ചെന്നിട്ട് ആ പോപ്പീസിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്ന് അവിടെ കുറച്ച് 2 ലക്ഷം രൂപയുടെ എന്തൊക്കെ സമ്മാനങ്ങളുണ്ട്, അത് കിട്ടാൻ വേണ്ടി കുറച്ച് അമ്മമാരും കുട്ടികളും നിൽക്കുന്നുണ്ട്. അവരല്ലാതെ വേറെ ആരാണ് അവിടെ നിന്നത് കോഴിക്കോട് നില ഉദ്ഘാടനത്തിന് നവംബർ 14-ാം തീയതി? അപ്പോൾ എന്തുകൊണ്ടാണ്? പി ആർ വർക്ക് ഉള്ളത് കൊണ്ട്. പി ആറുകൾ ആരും ഇത് കാണാൻ വരില്ലേ? ജനങ്ങളാണ്, ജനസമിതി ആർജിച്ചാലാണ് ജനങ്ങൾ കാണാൻ വരിക.
അനു കളിച്ച പോലത്തെ ഒരു ഡ്രാമ ഈ സീസൺ 7 വരെ ഒരു മത്സരാർത്ഥികളും കളിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? ഈ അടുത്ത കാലത്ത് പറയുകയാണ്, സാധാരണക്കാരന് അങ്ങനെ കപ്പ് കൊടുക്കാൻ പറ്റുമോ? അനുമോൾ ഭയങ്കര ഡിസേർവിങ് ആണ്. അനുമോൾ എന്താ ഡിസേർവിങ്? സെലിബ്രിറ്റി ആയതുകൊണ്ടോ? സെലിബ്രിറ്റികൾക്ക് മാത്രമേ കപ്പ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവർ ഈ പറയുന്ന മല്ലിക സുകുമാരനും അതുപോലെ മക്കളായാലും ആരായാലും ഉയർന്നു വന്നത് എങ്ങനെയാണ്? ആദ്യം സാധാ മനുഷ്യനായിട്ടാണ് സെലിബ്രിറ്റി ആയത് അല്ലേ? അവർക്കും ഉയർന്നു വരാൻ വെച്ചിട്ട് വെച്ചിട്ട് കയറ്റമായിരുന്നു. ഇപ്പം നോക്കി നോക്കിയേ, ഇപ്പോൾ ഒരു കലോത്സവം ഉണ്ടായിട്ടെന്നിരിക്കുക, ആ കലോത്സവത്തിൽ എത്ര നല്ല മക്കളുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓരോ ഞാൻ പോയി കാണാറുണ്ട്. ഓരോ കലോത്സവത്തിലും മക്കൾ അഭിനയിക്കുന്നതും തിമിർക്കുന്നതും ഡാൻസ് കളിക്കുന്നതും ഓണോക്ട് അവതരിപ്പിക്കുന്നതും കഥാപ്രസംഗം പറയണതൊക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ശരിക്കും ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവർക്ക് ഒന്നും അറിയില്ല. ഈ മക്കളൊക്കെ ഉയർന്നു വരേണ്ട മക്കളാണ്. അവരൊന്നും ചിലപ്പോൾ പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടികളായിരിക്കാം. അതുകൊണ്ട് ഇപ്പം ഇതങ്ങനെ കണ്ടില്ലേ, ബിഗ് ബോസ് കണ്ടില്ലേ, പാവപ്പെട്ടവർക്ക് ബിഗ് ബോസ് കിട്ടാൻ യാതൊരു സാധ്യതയില്ലാന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇൻസ്റ്റയിലായാലും കുട്ടികൾ എന്തൊക്കെ ചെയ്തിട്ടായിരുന്നു, എന്തൊക്കെ കഴിവുകളാണ് പിള്ളേർക്ക്. ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ സെലിബ്രിറ്റികൾക്ക് ഉണ്ടോ? എന്നിട്ട് സെലിബ്രിറ്റികൾക്ക് ഡിസേർവിംഗ് ആണെന്ന് പറയുന്നു. അനുമോൾക്ക് എന്ത് കഴിവുണ്ട്? ഒരു ടാസ്ക് എങ്കിലും മര്യാദയ്ക്ക് ജയിച്ചിട്ടുണ്ടോ അനുമോൾ? ഒരു ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ? ഇതൊക്കെയാണ് അവിടുത്തെ കഴിവെന്ന് പറയുന്നത്. കുറേ തല്ലുടി തലപ്പൊളിച്ച് അടുക്കളയിൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് കുറേ ഭക്ഷണം പൂത്ത് വെച്ച് ആൾക്കാർക്ക് കൊടുക്കാതെ അവരവർക്ക് വെക്കുന്നു എന്ന് പറയുന്നു. ഈ കുക്കിംഗ് എന്ന് പറയുന്നത് അനുമോൾക്ക് ഒരുപാട് പേര് അരിഞ്ഞു കൊടുക്കുന്നു, ഒരുപാട് പേര് കുഴച്ചു കൊടുക്കുന്നു, പരത്തി കൊടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അനുമോൾ അവിടെ എന്താ ചെയ്യണത്? ഈ പരത്തി വെച്ച ഈ ചപ്പാത്തി ഇതിങ്ങനെ ചുട്ടെടുത്ത് കറികൾക്കെല്ലാം അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ച് ആ കറി അതിലേക്കൊന്ന് വഴറ്റിയെടുക്കുക. ഇതാണ് ചെയ്യുന്നത്. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. കുക്കിംഗ് അറിയുന്നവർക്കറിയാം. ഒരാൾ കുറേ നമുക്ക് എന്താ പറയുക, കട്ട് ചെയ്ത് തരാനും കഴുകി തരാനും ഒക്കെ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. പരത്തി തരാനും കുഴച്ച് തരാനും ഒക്കെ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ചുട്ടെടുക്കാനും അതുപോലെ ഈ അടുപ്പത്ത് വെച്ച് നമുക്ക് ഇങ്ങോട്ട് കറി വെച്ചെടുക്കാനും വലിയ പാടുള്ളതല്ല. ഇപ്പോൾ സവോള എല്ലാം ഉള്ളി എല്ലാ സംഭവവും റെഡിമെയ്ഡായി കയ്യിൽ കിട്ടി. പിന്നെ എന്താണ് നമുക്ക് പാട് ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ എന്നിട്ട് പറയുന്ന അനുമോളാണ് എല്ലാം തലക്ക് വെച്ച് നടക്കുന്നത്. എന്നിട്ട് കുറേ ഒളിപ്പിച്ച് വെക്കുക, എന്നിട്ട് അവിടെ അടിയുണ്ടാവും. എന്തിന് വേണ്ടിയിട്ട് അനുമോൾ ഇത്? എന്നിട്ട് അത് വലിയ ഹിറ്റായിട്ട് നടക്കുക. വിനു തന്നെ പറയുന്നുണ്ട് 50 ഡേയ്സ് നിൽക്കത്തില്ല ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാവരും അറ്റാക്ക് ചെയ്യായിരുന്നു. ശരിക്കും അനുമോളെ എല്ലാവരും എല്ലാം അറ്റാക്ക് ചെയ്യണ്ടായിരുന്നു. അനുമോളെ അവരെയായിരുന്നു പേഴ്സണലായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പം അതുകൊണ്ട് 50 ഡേയ്സ് നിൽക്കില്ല, എല്ലാവരും മേത്ത് കയറി നിരങ്ങിയേനെ എന്നും കൂടി പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ? വാക്കുകൾ കൊണ്ട് അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടത് ചെയ്തില്ല? വിനു ഇവിടെ PR വർക്ക് നടത്തിയത് കൊണ്ട് തന്നെയാണ്, ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് വിനു പറയുന്നുണ്ട് അല്ലേ? അപ്പം അനുമോൾ അവിടെ ചെയ്തതിൻ്റെ ഒരു 10% പോലും നമ്മളിവിടെ പറയുന്നില്ല. നമ്മൾ ഓരോ ചാനലുകളും എല്ലാവരും പറയുന്നില്ല. വെച്ചാൽ നമുക്ക് നാണക്കേടുണ്ട് അനുമോൾ ചെയ്ത ഓരോ കാര്യം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട്. അപ്പം അനുമോൾക്ക് ഇത് ചെയ്യാൻ ഒരുപാട് നാണക്കേടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% നമുക്ക് വിളിച്ചു പറയാൻ എന്തുകൊണ്ട് നമുക്ക് നാണക്കേട് അല്ലേ? എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അനുമോൾക്ക് ഒരുപാട് സത്യസന്ധമായി പറയാൻ ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അനുമോളുടെ ഈ വൃത്തികെട്ട പേഴ്സണലി എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാ പെൺപിള്ളേരെയും എല്ലാ ആൺപിള്ളേരെയും കുറ്റം പറയുന്നു. എല്ലാവരുടെയും ബെഡിലേക്ക് എത്തി നോക്കുന്നു. എല്ലാവരും ഷെഡ് ഇട്ടുണ്ടോ ട്രൗസർ ഇട്ടുണ്ടോ എന്ന് എത്തി നോക്കുന്നു. അവർ ഉമ്മ വയ്ക്കുന്നുണ്ടോ, കെടുക്കുന്നുണ്ടോ, കെട്ടിപ്പിടിക്കുന്നുണ്ടോ, അവിടെ പിടിക്കുന്നുണ്ടോ, ഡ്രസ്സ് മാറ്റിയിടുന്നുണ്ടോ അല്ലേ? ഇതൊക്കെ പറയുന്നു. അവരുടെ ഇടുക്ക് കാണുന്നുണ്ടോ, മറ്റത് കാണുന്നുണ്ടോ? അനുമോൾ മാന്യമായ ഡ്രസ്സാണോ ധരിക്കാറുള്ളത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? അനുമോളുടെ എത്രയോ വട്ടം ഞാൻ ഈ ഇടുക്കുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ അവസാനം ഫിനാലയിൽ വന്ന് നിൽക്കുമ്പോൾ പോലും അനുമോൾ ഇത് കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾ ആ ഫോട്ടോസ് നോക്കിക്കോളൂ. അനുമോൾ ഫുള്ള് കാണിച്ചിട്ട് ആ വിടവ് വരെ കാണിച്ചിട്ടാണ് അനുമോൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിടവിനെ ചൊല്ലിയിട്ടാണ് അനുമോൾ ആദ്യമേ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ബിൻസിയായിട്ട് അല്ലേ? എന്തെങ്കിലും ഒരു നല്ല ഡയലോഗ് അനുമോളുടെ നമുക്ക് അവിടെ കേൾക്കാനുണ്ടോ? ഇണ്ട. ഒരു വൃത്തിക്കെട്ട ഡയലോഗുകളല്ലാതെ എന്തെങ്കിലും അനുമോളുടെ നല്ല പഞ്ച് ഡയലോഗ് ഉണ്ടോ? എടാ നീ ഷെഡ് ഇട്ടിട്ടില്ലടാ, എടാ നീ കക്കൂസ പോയില്ലടാ, എടാ നീ കുളിച്ചില്ലടാ, എടാ വായ നാറുന്നടാ, ഇങ്ങനത്തെ ഡയലോഗുകൾ മാത്രമേ അനുമോളുടെ അവിടെ കേൾക്കാറുള്ളൂ അല്ലേ? അല്ലാണ്ട് എന്തെങ്കിലും നല്ല ഡയലോഗ് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും കേട്ടിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ കയറി നിരങ്ങിയിട്ടാണ് അനുമോൾക്ക് തിരിച്ചടി കിട്ടിയത്. അവരൊക്കെ കൂടി തിരിച്ചടിക്കും, അടിക്കാതിരിക്കില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് അനുമോൾക്കെതിരെ പറഞ്ഞ കാര്യം ഇത് ആദ്യമേ പറയേണ്ടതായിരുന്നു. ആദിലയ്ക്ക് ശരിക്കും കട്ടപ്പ എന്നുള്ള പേര് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇത്രയും നാൾ അവരെ കൂടെ നിന്നുകൊണ്ട് ഇവർ കയറി വന്നപ്പോൾ മാത്രം അത് വിളിച്ചു പറഞ്ഞു. ശരിക്കും അപ്പം തന്നെ വിളിച്ചു പറയുകയാണെങ്കിൽ ആദിലവിടെ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടേനെ. ഇത് അനുമോൾക്കിട്ട് കുത്തണ പോലെയായി പറഞ്ഞു. ശരിക്കും ആദില പറഞ്ഞത് കറക്റ്റാണ്. അനുമോൾ അത് ചെയ്തിട്ടുണ്ട്. അനുമോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ കൊടുത്തത് എൻ്റെ അതെ അനുമോളുടെ നമ്പർ തന്നെയാണ് കൊടുത്തത്. ചേച്ചിയുടെ കയ്യിലാണ് ആ നമ്പർ. ചേച്ചിക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഇവനെ തകർക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് പറയുന്നത്.
ടിക്കറ്റ് ടു ഫിനാലെ നമ്മുടെ നൂറയ്ക്ക് കിട്ടി. എന്നിട്ട് അവസാനം എന്താക്കിയത്, ഫൈനൽ വീക്കിലേക്കുള്ള അങ്ങനെയല്ല സാധാരണ ഈ 6 സീസണിൽ അങ്ങനെയല്ല. ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറഞ്ഞാൽ ഫിനാലേക്ക് കയറാനുള്ള ടിക്കറ്റ് തന്നെയാണ്. എന്നിട്ട് ലാലേട്ടൻ അത് മാറ്റിയെടുത്തു. എന്തുകൊണ്ടാണ്? നൂറ ഫൈനലിലേക്ക് കയറാൻ പാടില്ല. അത് അവരുടെ ബിഗ് ബോസിൻ്റെ ഒരു അജണ്ടയാണ്. ലാലേട്ടനത് അറിയില്ല. ലാലേട്ടൻ അവർ പറഞ്ഞു കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് വായിക്കാനേ പറ്റത്തുള്ളൂ അല്ലേ. ബിഗ് ബോസിൻ്റെ ഒരു കളി തന്നെയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കളിച്ചിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ പേപ്പർ കൊണ്ട് മറച്ചു വെച്ചു നൂറ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ ഇറങ്ങി. അതെന്തോ ഒരു മേക്കപ്പ് സാധനമാണ് നൂറയുടെ. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ ആണെന്ന് പറഞ്ഞ് ഈ അനുമോളുടെ PR അത് കോപ്പി ചെയ്തിട്ട് അത് എന്ത് ചെയ്തു, അത് അടിച്ചിറക്കി. അപ്പോൾ നൂറയെ എങ്ങനെയെങ്കിലും പിടിച്ച് പുറത്താക്കണം അതിന് വേണ്ടി, ഇല്ലെങ്കിൽ നൂറ കയറിയാലോ, കാരണം അതിൽ ഔട്ടായതാണ് എന്ന് വെച്ച്. അപ്പോൾ ആ സമയത്ത് അവരുടെ മാക്സിമം ബാഡാക്കി. ലക്ഷ്മി വളരെ ബുദ്ധിമതിയാണ്. നമ്മളിവിടെ അനുമോള് ലക്ഷ്മിയെക്കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞ് നമ്മൾ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ ലക്ഷ്മി അനുമോളെക്കുറിച്ചും കുറ്റം പറയുന്നു, തല്ലുകൂടുന്നു, വൃത്തികേടുകൾ പറയുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മാക്സിമം ടീച്ചർന്ന് വിളിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിട്ട് ലക്ഷ്മി പുറത്ത് പോയി വന്നതിന് ശേഷം ലക്ഷ്മി അങ്ങോട്ട് ഉദാര മനസ്കയായി. എന്തുകൊണ്ടാണ് മുള്ളം കൊല്ലി ഫ്ലോപ്പായെന്ന് മനസ്സിലായിട്ടുണ്ട്. സിനിമ അഭിനയിച്ചതാണ്, ഫ്ലോപ്പായി. ഇനി എന്തായാലും ബിഗ് ബോസിലും ഇല്ല, ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി. അപ്പം ഇനി എന്തേ രക്ഷയുള്ളൂ. അനുമോള് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ. അപ്പം അനുമോളെ പിടിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതാണ് ലക്ഷ്മി ഇരുന്ന് പ്രാർത്ഥിച്ചും വലിയ ഉദാര മനസ്കത അതിൽ ലക്ഷ്മി അല്ലാതെ വേറെ ഒന്നുമല്ല. അനുമോളുടെ ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ അവർ രണ്ടുപേരും അങ്ങോട്ട് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇനി അനീഷിൻ്റെ കാര്യം നോക്കിയോ. അനീഷ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ അയാളുടെ ലൈഫ് സൂപ്പറായി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അയാൾക്ക് കിട്ടേണ്ട കപ്പാണ് അനുമോളുടെ കയ്യിലിരിക്കുന്നത് എന്നും കൂടി എല്ലാവരും ആലോചിക്കണം. ഇത്രയും നല്ലൊരു മനുഷ്യനെ വെറുതെ ചെളിവാരി തേച്ച് 20 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് വിനു, നാണമുണ്ടോ വിനു? ഞാൻ ചോദിക്കുന്നത് അതാണ്, നാണമുണ്ടോ വിനുവിന് സത്യത്തിൽ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നന്നായി കളിച്ച്, അയാളൊരു ഫാൻ ബേസ് ഇല്ലാത്ത ഒരാളായിരുന്നു. കളിച്ച് നേടിയ ഫാൻ ബേസാണ് ഈ ആൾക്കാരുടെ, പ്രേക്ഷകരുടെ പോപ്പുലാരിറ്റി പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ആളാണ്. എന്നിട്ട് അയാൾ 20 ലക്ഷം കൊണ്ടാണ് അത്ര അയാൾ ഈ സെക്കൻഡ് പ്രൈസ് മേടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എന്താ, എന്നാൽ പിന്നെ വിനുവിന് ഏറ്റെടുക്കായിരുന്നില്ലേ? അന്നൊരു തെളിവെങ്കിലും കാണിക്കണ്ടേ ഈ വിനു? അല്ലെങ്കിൽ ഈ അനുമോളും പറയുന്നുണ്ട് 20 ലക്ഷം കൊടുത്ത് വേറൊരാൾ, പേര് ഞാൻ പറയുന്നതിൽ വേറൊരാൾ നേടിയെന്ന്. അപ്പോൾ ഇവർക്ക് ശരിക്കും നാണുണ്ടോ? ഇവർ ജയിച്ചത് എങ്ങനെയാണെന്നൊന്നും ഇവരൊന്ന് ആലോചിക്കണം. ഇയാൾ എന്ത് ചെയ്തിട്ടാണ് അയാൾ പ്രേക്ഷകർ, ഇപ്പം എൻ്റെ മനസ്സിലൊക്കെ അയാൾ ഇറങ്ങി നിന്നത് എന്തുകൊണ്ടാണ്? അയാൾ അത്രയും നന്നായി ഗെയിം കളിച്ച ഒരാളാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ എന്ത് ഗെയിമാണ് അവിടെ കളിച്ചിരുന്നത്, കുറേ ചീത്ത പറഞ്ഞതോ കുറേ വൃത്തികേട് പറഞ്ഞതോ ഇതാണോ? ഇനി അനുമോൾ ഓരോ പേഴ്സൺസിനെയും അടിച്ചൊതുക്കിയിരുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയോ. രേണുസുതി ആ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു പരദൂഷണമില്ല, പരദൂഷണമില്ല, അത് അവിടെ മിണ്ടാതിരിക്കുന്ന ഒരു പെണ്ണാണ്. പുറത്താണെങ്കിലും പരദൂഷണമൊന്നും ആ കമ്മിറ്റിയിലൊന്നും രേണുസുതി ഇല്ല. അത്രയും നല്ല ക്യാരക്ടറുള്ള ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹം കളിച്ചില്ല ആ സംഭവത്തിന്. അതിനെ ആ പോപ്പുലാരിറ്റി കൂടുമെന്ന് പേടിച്ചുകൊണ്ട് തന്നെ ആദ്യം ഒതുക്കിയത് രേണുസുതിനെയാണ്. അന്ന് മുതൽ രേണുസുതി കളിക്കുന്നില്ല. രേണുസുതി ആകെ മാനസിക വിഭ്രാന്തി കൂടി നടക്കലായി. കാരണം കുളിക്കത്തില്ല, വൃത്തിയില്ല, പാൻ ഇങ്ങനെ തലയിൽ കൂടെ ഒലിച്ചു വരുന്നു. എന്താണിത്? പാൻ എന്താ ട്രെയിനായിട്ട് വരികയാണോ തലയിൽ കൂടെ ഒലിച്ചു വരാൻ വേണ്ടിയിട്ട്? തല മാന്തുന്നു, അങ്ങനെ ഇങ്ങനെ. അനുമോൾ മാന്തുന്നില്ലേ, തല മാന്തുന്നില്ലേ? റന ഫാത്തിമ, എല്ലാവരും അവിടെ മാന്തലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നത്. ബിന്നി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും പാനില്ല. ഈ പെണ്ണിൻ്റെ തലയിൽ പെണ്ണുങ്ങളായ പാനൊക്കെ തലയിലുണ്ടാവും. പിന്നെ ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ തേച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ തലയിൽ എന്തുണ്ടാവില്ല? പാൻ ഉണ്ടാവില്ല. അത് ചെയ്തു ഇത് ചെയ്തു നടക്കുന്നത്. സാധാരണ എണ്ണ തേച്ച് കുളിക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെ തലയിലും സാധാരണ ഈ ബ്യൂട്ടി പാർലറൊന്നും പോവാതെ സാധാരണ എണ്ണ മാത്രം തേച്ച് കുളിച്ച് ഷാമ്പൂട്ട് തേച്ച് കഴുകുന്ന പെണ്ണുങ്ങളുടെ തലയിൽ 1-2 പേനൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അത് രേണുസുതി എന്നല്ല, സാധാ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. പക്ഷേ ഈ പെണ്ണിനെ അവിടെ നിന്ന് സാധാ പേനെന്നല്ല പറയുന്നത്, ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇവിടെയൊക്കെ നന്നി പേനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് തീർന്നു രേണുസുതി. രേണുസുതിനെ ആ പ്രേക്ഷകർക്കും ആ PR-നും ഇട്ട് കൊടുത്തു. അവിടെ വെച്ച് രേണുസുതിയുടെ ചീട്ട് കയറി, പോപ്പുലാരിറ്റി കുറഞ്ഞു. രേണുസുതി ഔട്ടാവാൻ വരെ ആ മാനസികമായിട്ട് തന്നെ തകർന്നു. ഇപ്പം എന്നെ പറയാൻ, നിങ്ങളെ പറയാനും തകർന്നു പോകും. ഈ ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പാനി ശരത്തിനെ നെക്സ്റ്റ് തകർത്തു. അപ്പാനി ശരത്തും ഇതും കൂടി വലിയൊരു അടി നടന്നപ്പോൾ എന്താ പറഞ്ഞത്? അടുത്തിരുന്നിട്ട് ആ ക്ലീവേജ് കാണിച്ചു. ക്ലീവേജ്, അനുമോളുടെ ക്ലീവേജ് കാണാത്തൊരു ആരാ ഉള്ളത്? ഈ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ അനുമോളുടെ ക്ലീവേജ് കാണാത്തത്? ബിന്നിയുടെ ക്ലീവേജ് അപ്പാനി ശരത്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ വീട്ടിലുണ്ട്. അതിനവിടെ വെച്ചിട്ട് കൊണ്ടാണ് ഒരു പെണ്ണിനെ ഔട്ടാക്കിച്ചത്. അതായത് ആരെയാണ്? ബിൻസിയെ ഔട്ടാക്കിച്ചത്. സ്വന്തം പെണ്ണിനെ ഗർഭിണിയാക്കി വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ അപ്പാനി ശരത്ത് ഔട്ടാക്കിച്ചതെന്നൊക്കെ അവിടെ പറഞ്ഞു. അതും PR-ന് ഇട്ട് കൊടുത്തു. PR അതൊക്കെ ആഘോഷിച്ചു. അയാളുടെ പേഴ്സണൽ ലൈഫാകെ തകർന്നു. ബിൻസിയും പുറത്ത് വന്ന് പേഴ്സണൽ ലൈഫ് തകർന്നു. ഒരു ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ കേസിലാണ്. അവർ ഏത് അർത്ഥത്തിലും ഉമ്മ കൊടുത്തട്ടെ. അനുമോൾക്ക് എന്താ, അനുമോൾക്ക് വേണമെങ്കിൽ അനുമോൾ മേടിക്കട്ടെ. അനുമോൾ ഒരുപാട് പേർക്ക് ഉമ്മ കൊടുത്തിട്ടില്ലേ? ഒനിയലിന് ഉമ്മ കൊടുത്തിട്ടില്ലേ? അഭിലാഷിനും, അതുപോലെ തന്നെ ജിഷിന് ഉമ്മ കൊടുത്തിട്ടില്ലേ?
കണ്ടിട്ടില്ലേ, അടുത്ത ഒരു ലൈഫാണ് ശൈത്യയെ കട്ടപ്പ എന്ന് മുദ്ര കുത്തി. എന്തുകൊണ്ട്? എന്നെ മാത്രം കേട്ടാൽ മതി, ഒരു ബിംബം പോലെ എൻ്റെ മുന്നിൽ നിൽക്കൂ, എന്നെ മാത്രം കേട്ടാൽ മതി, മറ്റുള്ളവരുടെ ഗ്രൂപ്പിൽ പോകരുത്. മറ്റുള്ളവരുടെ ഗ്രൂപ്പിൽ പോയാൽ ഞാൻ അവരെ കട്ടപ്പ എന്ന് വിളിക്കും. അവൾക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പിൽ പോട്ടെ, ജനങ്ങളാണ് അവളുടെ ക്യാരക്ടർ നോക്കിയെടുക്കുന്നത്. അവളെ കട്ടപ്പ എന്ന് വിളിച്ച് നേരെ ഇട്ട് കൊടുത്തു പി ആറിന്. അവളുടെ ഭാവിയും പോയി കിട്ടി ഇല്ലേ. അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിച്ച് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അനുമോളല്ല തീരുമാനിക്കുന്നത്. അക്ബറിന് എൻ്റെ പൊന്നു, അയാളെ തകർക്കാത്ത രീതിയിൽ, എന്താ പറയുക, കുളിക്കാത്തവൻ, അയാളെ നോട്ടം ശരിയല്ല, ഫസ്റ്റ് തന്നെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു, പല്ല് തേക്കത്തില്ല, കക്കൂസെ കയറി കൈ കഴുകത്തില്ല, പിന്നെ ബസ്സിൻ്റെ പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് നിൽക്കുന്ന വൃത്തികെട്ട ചെക്കന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ള ചെക്കന്മാരാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ടൊരു സോറി പോലും പറഞ്ഞിട്ടില്ല, അതിലെനിക്ക് ഖേദമുണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആരെയായാലും അങ്ങനെ തന്നെ പറയുള്ളൂ, എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ എന്ന് തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ അഭിലാഷിനെ ഉമ്മ കൊടുത്ത് അഭിലാഷിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവർ പറയണ്ടേ? ഒരാൾ പോലും ഈ പറയുന്ന ആളെ വേണ്ടാതിരം പറഞ്ഞിട്ടില്ല. ഇനി ഒരു ജീവൻ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ആക്ടറിൻ്റെ ഉള്ളിൽ വന്നു, അപ്പോഴും എന്താ പറഞ്ഞത്? ജീവൻ എൻ്റെ ജീവിതം തകർത്തവനാണ്, അതും നാട്ടുകാരെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഇതൊക്കെ കേൾപ്പിച്ചിട്ട് തന്നെയാണ് പറയുന്നത്, കൊണ്ടല്ലേ നാട്ടുകാർ ഇതൊക്കെ അറിഞ്ഞത് അല്ലേ. അപ്പോൾ അവനെയും തകർത്തു. ഇപ്പം അനുമോൾക്ക് സദാചാരം, സ്വന്തം കാര്യത്തിൽ സദാചാരമില്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ സദാചാരം. എല്ലാവരും വ്യക്തിഹത്യയാണ് ചെയ്യുന്നത്. അപ്പം ജീവൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു ശരിയായിരിക്കും പറയുന്നതെന്ന്. പക്ഷെ പിന്നീട് ഇത്രയൊക്കെ കേട്ടപ്പോഴേക്ക് മനസ്സിലായി, നെവിൻ എന്താ പറയുന്നത്, ഈ ആണാണോടാ, എന്തൊക്കെ ചെക്കനെ ചെയ്തു. അവസാനമല്ലേ വെള്ളം ഒഴിച്ചത്, ശരിക്കും ഇവളല്ലേ ആദ്യം വെള്ളം ഒഴിച്ചത് അയാളെ മേത്ത്. എന്നിട്ട് നെവിൻ അവസാനം കാലുമിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നെവിനായി അവിടുത്തെ ഗുണ്ട അല്ലേ. ആണാണോ നമ്മുടെ മുഖത്തൊക്കെ ഇട്ട് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തോരം വിഷമമുണ്ടാവും, എന്തുമാത്രം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അനുമോൾ ലെസ്ബിയൻ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അനുമോൾ ഈ ആതിരയുടെ ഒപ്പം തന്നെ മറ്റേ ഡ്രസ്സിങ് റൂമിൽ ഒറ്റയ്ക്ക് പോകുന്നു അല്ലേ, ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, ഒരുമിച്ച് പുതപ്പിൻ്റെ ഇടയിൽ കിടക്കുന്നു. അപ്പോൾ അനുമോൾ ലെസ്ബിയൻ അല്ലേ എന്ന് തിരിച്ചു ചോദിക്കാൻ അവിടെ ആരും ഇല്ല. അതുകൊണ്ടാണ് അനുമോൾ എല്ലാവരെയും വേണ്ടാതിനും പറഞ്ഞ് നടക്കുന്നത്. ഇതൊക്കെയാണോ അനുഭവിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ? ഇതൊക്കെയാണ് ഗെയിം എന്ന് പറയുന്നത്. ഇതൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത്. ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ നമ്മളൊക്കെ തയ്യാറാണ്, മറ്റുള്ളവരെയൊക്കെ വൃത്തികേട് പറഞ്ഞു. പക്ഷെ നമ്മുടെ നാവുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാൻ നമുക്ക് തോന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ളവർ എന്താവാത്ത ഗെയിമിൽ കപ്പ് ഉയർത്താത്തത്. സാബുമനെ, നാരദൻ എന്ന വീട് ഫസ്റ്റ് പറഞ്ഞത് ആരാണ്? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ജിസൈലിനെ വൃത്തികേട് പറഞ്ഞില്ലേ, എണീറ്റ് വന്നപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ വലിച്ചിട്ടു, ഉമ്മ വെക്കുന്നത് കണ്ടു. ഉമ്മ വെച്ചോട്ടെ, അത് അവരുടെ പ്രൈവസി അല്ലേ. അവർക്ക് ആണിന് പെണ്ണിന് ഇഷ്ടമുണ്ടെങ്കിൽ അവർ പോയിട്ട് ഉമ്മ വെക്കട്ടെ. അതിന് എന്താ, പുതപ്പിൻ്റെ അടിയെ പോയി എത്തിച്ച് നോക്കിയിട്ടാണ് പറയണത് കേട്ടോ ഉമ്മ വെച്ചു എന്ന്. എനിക്കിതൊക്കെ ഇപ്പം ചിരി വരികയാണ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ. പുതപ്പിൻ്റെ അടിയിൽ പോയി എത്തിച്ച് നോക്കുക, അവർ തമ്മിൽ ഉമ്മ വെക്കുന്നു, അവർ പോലെ പലതും ചെയ്തൊരു ആണ് പെണ്ണ് അടുത്ത് വന്നാൽ എന്താ ഉണ്ടാവുക? അത് തന്നെ അവിടെ സംഭവിച്ചു. ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു. ഒരു 4 മണിക്കൂറാണ് ആ ഡെമോൺസ്ട്രേഷൻ അന്ന് അവിടെ നടന്നത് ഈ ബിഗ് ബോസിൽ. അറിയോ, ആ 4 മണിക്കൂറും ലൈവ് കണ്ടുപോലിരുന്ന് മടുത്തു പോയിട്ടുണ്ട്. അത്രയധികം അനുമോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരാളുടെ 2 പേരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യായിരുന്നു. ഇത് അനുമോളെയാണ് ചെയ്തത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോഴും പി ആർ എന്താ ചെയ്യുക? അയ്യോ അനുമോൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പി ആർ അടിച്ചിടും. എന്നിട്ട് ആര്യനും ജിസേലിനും തേജോവധം ചെയ്തു ഇല്ലേ. ആദിലേനെ നശിച്ചു പോട്ടെ അവൾ എന്ന് ലാസ്റ്റ് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ആദില ഈ പറഞ്ഞ സീക്രറ്റ് പൊട്ടിച്ചു. ആദില പൊട്ടിച്ച രീതി ശരിയായില്ല, അവസാന ഘട്ടത്തിലാണ് പൊട്ടിച്ചത്. ആദില അക്ബറിനെ തകർക്കാൻ വേണ്ടി പി ആറിന് കൊടുക്കൂ, എൻ്റെ നമ്പർ ചേച്ചിയുടെ കയ്യിലുണ്ട്, ചേച്ചിക്ക് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് പൊട്ടിച്ചതുകൊണ്ട് ആദില നശിച്ചു പോട്ടെ എന്നും പറഞ്ഞ് പ്രാഗി. എത്ര പേരെ പ്രാഗുന്ന്. നൂറയോടും ആതിരയോടും പറയുന്നു, ലക്ഷ്മിയുടെ അടുത്ത് ഇനി മിണ്ടരുത്, അവളൊരു ടീച്ചർ കളിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ലക്ഷ്മി നല്ലവളാന്ന് പറഞ്ഞ് ഓരോ സ്റ്റേജിൽ വെച്ചതെന്ന് പറയുന്നത് കേട്ടോ. കുക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഈ കുക്ക് നന്നായി ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ സംഭവം കൂടി നോണയാണ് ഉണ്ടാക്കി പറഞ്ഞത്. അനീഷ് കയ്യും കലാശവും കാണിച്ച് ലവ്യു കാണിച്ച് ഉമ്മ കൊടുത്ത് ഇച്ചായ എന്ന് വിളിച്ച് കൃഷി ചെയ്യാൻ പോലെ എന്തൊക്കെയായിരുന്നു പ്രേമ നാടകം കളിക്കല്, ഇതൊക്കെ വെച്ചു. അതുപോലെ തന്നെ ആര്യനോട് ക്രഷാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആര്യനോട് ക്രഷ് വരുന്നത്? സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ലൈവ് അങ്ങനെ തുടരാമെന്നാണ് വിചാരിച്ചത്, കോംബോ പറ്റിയില്ല. ഷാനവാസിന് ഭക്ഷണക്കള്ളൻ എന്തായിരുന്നു എന്നിട്ട് ഡ്രാമ. ഷാനവാസ് എന്തോ ഒരു ഇറച്ചി കഷ്ണം എടുത്തു എന്നും പറഞ്ഞു. എൻ്റെ പൊന്നെ, അന്ന് അവിടെ കാണിച്ചു കൂട്ടിയത് എല്ലാവരും കണ്ടതാണ്. അയാൾ ഭക്ഷണക്കള്ളൻ, അയാൾ വൃത്തിയില്ലാത്തവനാണ്. ഭക്ഷണം ഈ കഴുത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം എല്ലാവർക്കും ഒരേ രുചിയല്ലേ, എല്ലാവർക്കും കഴിക്കണ്ടേ, എനിക്കിനി ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ ആൾ പോയിരുന്നു കുറച്ച് കഴിഞ്ഞ് കഴിച്ചു. ഇനി അഭിലാഷ് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്കും ഗോസിപ്പ് ഉണ്ടാക്കാമായിരുന്നു. അവരൊക്കെ മര്യാദയ്ക്ക് മാന്യമായി
ജീവിച്ച് വളർന്നതായതുകൊണ്ട് അവരങ്ങനത്തെ ഗോസിപ്പൊന്നും ഉണ്ടാക്കിയില്ല ഇല്ലേ. ഇനി ഈ മൂപ്പരാൾ തന്നെ പറഞ്ഞ പ്രസ്താവനയാണ്, എനിക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരെ അറിയാമെന്ന്. അതുകൊണ്ടാണ് പുരുഷന്മാരെ സൈക്കോളജി വെച്ച് ഓരോരുത്തരും വെച്ച് ഇതുപോലെ കഴിച്ചത് അല്ലേ. അതുപോലെ നോക്കിയൊക്കെ നമ്മുടെ ഈ ബിഗ് ബോസിൽ ആകെ കൂടി കിട്ടിയത് 38 ലക്ഷം വോട്ടാണ് കേട്ടോ. 38 ലക്ഷം വോട്ടാണ് കിട്ടിയത്. അതിൽ 16 ലക്ഷം നമ്മുടെ അനീഷിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിജയ സാധ്യത അനീഷിന് തന്നെയാണ്. അതുപോലെ അനുമോൾക്കും സെയിം വോട്ട് തന്നെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. 16 ലക്ഷം തന്നെയാണ് അനുമോൾക്കും കിട്ടിയത്. പക്ഷേ ഈ കിട്ടിയത് മുഴുവൻ ഇങ്ങനെയാണ്. ഒരു 10 ലക്ഷം അനുമോൾക്ക് സാധാ വോട്ട് ആണെങ്കിൽ 6 ലക്ഷം കിട്ടിയിരിക്കുന്നത് ഫുള്ള് ഈ മറിച്ച വോട്ടുകളാണ്. അപ്പോൾ ഈ 16 ലക്ഷത്തി സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ എമൗണ്ട് വന്നിരിക്കുന്നത്. സമ്മർ മീഡിയയ്ക്ക് 5 ലക്ഷം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. രാജ് ടോക്സിന് 2 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അതുൽ വ്ളോഗ്സിന് 50,000 കൊടുത്തു എന്നൊക്കെ പറയുന്നു. മെഡിക്കൽ കോളേജിലെ പയ്യന്മാർക്ക് ഫോണും മേടിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, സിമ്മൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ PR-ന് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. 38,500 രൂപ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓരോരുത്തർക്ക് റീചാർജ് ചെയ്ത് കൊടുക്കാൻ, റീചാർജിന് വേറെയാണ് കേട്ടോ, ഹോസ്പിറ്റലിൽ പോയിട്ട് ഓരോരുത്തരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 ലക്ഷം വോട്ടൊക്കെ മറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 12,800 രൂപ കമൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ചാനലുകൾക്ക് 2,50,000 രൂപ ചെറിയ ചെറിയ ചാനലുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ആന്ധ്ര, തമിഴ്നാട്, ഹിന്ദി സംസാരിക്കുന്ന ദേശങ്ങളിൽ ഒക്കെ പോയിട്ട് 3 ലക്ഷം രൂപ മറിച്ചിട്ട് വോട്ട് നേടിയിട്ടുണ്ട്. ഇങ്ങനെ വിനുവിന് 4 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു യൂട്യൂബർ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്ന തെളിവ്. ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത്. 16 ലക്ഷത്തി സംതിങ് ആണ് മൊത്തം കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മറിച്ചിട്ടാണ് ഈ PR-ൻ്റെ കണക്കാണ് ഈ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ മറിച്ചിട്ടാണ് ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് അവരിൽ നിന്നൊക്കെ വോട്ട് മേടിക്കുന്നത്. ഈ അറിയപ്പെടാത്ത കുറേ അച്ഛനമ്മമാർക്കൊക്കെ കുഞ്ഞു കുഞ്ഞു മൊബൈലല്ലേ ഉണ്ടാവുക. അപ്പോൾ അവരെ സിമ്മ് മേടിച്ചിട്ട് മാറ്റിയിട്ടിട്ടാണ്, അവർക്ക് തുച്ഛം വരുമാനോട് കൊടുത്താൽ മതിയല്ലോ കയ്യിൽ, അപ്പോൾ അത് കൊടുത്തിട്ടാണെന്ന് മേടിച്ചെന്നൊക്കെ പറഞ്ഞ് നക്കാപ്പിച്ച പൈസ കൊടുത്തിട്ട്. ഇതൊക്കെ ഇനി തെളിയാൻ പോകുന്നേ ഉള്ളൂ, നമുക്കിത് അറിയില്ല. ഇത് ഒരു യൂട്യൂബർ പുറത്തുവിട്ട സംഭവമാണിത്. അപ്പോൾ അത് ഇനി ആ വലിയ വലിയ ഇപ്പം പറഞ്ഞ ഈ മീഡിയാസ് മുഴുവൻ പുറത്ത് വന്ന് അവർ പറയട്ടെ, ഞങ്ങൾ മേടിച്ചിട്ടുണ്ടോ മേടിച്ചിട്ടില്ലേ എന്ന് അവർ പറയട്ടെ. അപ്പോൾ അവർ മൗനം ഭജിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ്, അവർ മേടിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരിക്കും നമ്മൾ പറയാം. ഇല്ല എന്ന് വെച്ചാൽ അവർ വന്ന് വീഡിയോ ചെയ്യണം, ഞങ്ങൾ മേടിച്ചതിന് തെളിവ് കാണിച്ചു തരണം എന്നൊക്കെ പറയണം അല്ലേ. അപ്പോൾ ഈ തെളിവ് ഈ യൂട്യൂബർ പുറത്തു വിടേണ്ടത് ഈ യൂട്യൂബറുടെ കടമയാണ്. കാരണം ഈ യൂട്യൂബറാണ് ഇങ്ങനെ ഒരു ഇത് ഉന്നയിച്ചിരിക്കുന്നത്. ഇത്രയും പൈസ PR-ൻ്റെ ഇത്രയും പൈസ. പക്ഷേ അനുമോൾ PR നന്നായി കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആർക്ക് ഇത്രയൊക്കെ പൈസ, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പൈസകളൊക്കെ കൊടുത്തത് ശരി തന്നെയാണോ അത് നമുക്കറിയത്തില്ല. അത് ഇവർ യൂട്യൂബർ പറഞ്ഞത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് അനുമോൾ പൈസ കൊടുത്ത് വോട്ട് മേടിച്ചിട്ടുണ്ട്. ഈ അനീഷിനെ വെട്ടിക്കാനായിരുന്നു അത്. വെച്ചാൽ അനീഷിന് അത്യാവശ്യം പോപ്പുലാരിറ്റിയുള്ള ഒരാളെ വെട്ടിക്കണമെങ്കിൽ പൈസ കൊടുത്ത് വോട്ട് മേടിക്കുക തന്നെ വേണം. അനുമോൾ ചെയ്തു കൂട്ടിയതും അത്രയധികം അതിൻ്റെ ഉള്ളിൽ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത്രയും അനുഭവിച്ച വ്യക്തിയാണെന്നാണ് പറയുന്നത്. എന്ത് അനുഭവമാണ് അനുമോൾക്ക് അവിടെ ഉണ്ടായത്? നിങ്ങളെല്ലാവരും കണ്ടിരുന്നതല്ലേ. അനുമോളുടെ PR മാത്രമാണ് അനുമോൾ 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 എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ അനുമോൾ ലവ് ഇടണേനാണ് 12,800 രൂപ കൊടുത്തത് എന്ന് പറയുന്നു. കമൻറ്റ് നന്നായി എഴുതുക. അപ്പോൾ ആര് വീഡിയോ ചെയ്താലും അതിൻ്റെ അടിയിൽ പോയിട്ട് അനുമോളെ കുറിച്ച് നല്ലത് പറഞ്ഞ് എഴുതുക. അതാണ് 12,800. അപ്പോൾ തുച്ഛം വരുമാനം ഒരു കമൻറ്റ് ഇടാനല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അനുമോളെ കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞാലും തീരാത്തൊരു ടോപ്പിക്കായി തീർന്നു. ഇത് എന്താണിത്?